Hi friends, welcome back to YouTube channel Zamanu's vlog. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ട് ചോക്ലേറ്റ് ടു ടയർ കേക്കാണ്. അതിൻ്റെ ഫ്രോസ്റ്റിങ്ങും ഡെക്കറേഷൻ്റെ വീഡിയോ ആണ്. നല്ല ഹൈറ്റുള്ളൊരു കേക്കാണ്. അപ്പം നമുക്കിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള 2 സ്പഞ്ച് കേക്കാണ്. അതിന് എങ്ങനെ ഉണ്ടാക്കാനുണ്ട് അതിന് ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ 2 ടയർ കേക്കിനുള്ള സ്പഞ്ച് കേക്ക് എടുക്കുമ്പോൾ ആദ്യം വേണ്ടത് ഇതിൻ്റെ സൈഡ് ഇത്രയ്ക്ക് വീതി വേണ്ടി വരും. എന്നാൽ നമുക്ക് ഫ്രോസ്റ്റിങ് ചെയ്യാൻ പറ്റുള്ളൂ നല്ലപോലെ. പിന്നെ അതിൻ്റെ പാത്രം ഞാൻ എടുത്തത് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ലാർജും ഒരു സ്മോളുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ വേണം നമ്മുടെ ഗനാഷാണ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ വിപ്പിംഗ് ക്രീമിലോട്ട് ഒഴിക്കാനുള്ള ഗനാഷാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് അടിയിലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലത്തെ ഒരു പാത്രം വെക്കുക. പിന്നെ ഇതിലോട്ടൊരു ചെറിയ കഷ്ണം നമ്മുടെ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ചോക്ലേറ്റ് കുറച്ച് മെൽറ്റ് ആയതിൻ്റെ ശേഷം പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ബട്ടർ, അതും വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഈ ബട്ടർ പിന്നെ അൺസാൾട്ടഡ് ആവണം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ ഫ്രഷ് ക്രീമും നിങ്ങൾക്ക് ഒഴിക്കാം, വിപ്പിംഗ് ക്രീം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ ചോക്ലേറ്റ് കോമ്പൗണ്ട് കുറച്ച് കുറച്ചൊന്ന് അലിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളുടെ ബട്ടറും ഒന്നിട്ടിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓവർ കട്ടിയാവാൻ പാടില്ല. അപ്പോൾ അതിന് നമുക്ക് ഒഴിക്കാനുള്ള ഒരിത് വേണം, അധികം ലൂസ് ആവാനും പാടില്ല. അപ്പം ഇത് വേണം നമ്മളുടെ വിപ്പിംഗ് ക്രീം ഒഴിക്കാൻ. ഗൈസ്, ഇനി വേണ്ടത് നമ്മളുടെ കുറച്ച് ചോക്ലേറ്റ് അരിഞ്ഞ് വെച്ചതും അതുപോലെ തന്നെ നമ്മുടെ ചെറീസില്ലേ അതും കുറച്ച് അരിഞ്ഞ് വെച്ചത്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിലേക്ക് കുറച്ച് ചെറി ഇട്ട് കൊടുത്താണ്. അപ്പോൾ ചെറി സിറപ്പായി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫ്രോസ്റ്റിങ്ങിനുള്ള തുടങ്ങാം. അതിനായിട്ട് നമ്മുടെ 2-2.5 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നന്നായിട്ട് ഒരു 2-3 ഇതിൽ നിങ്ങൾക്ക് വലിയ വിസ്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ആക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വിപ്പിംഗ് ക്രീം കുറച്ച് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലോട്ട് കുറച്ച് ഒരു സ്പൂണോളം നമ്മളെ വാനില എസൻസ് ഇട്ട് കൊടുക്കുക. എന്നിട്ടത് ബീറ്റ് ചെയ്യുക. ഇനി നമുക്ക് വേണ്ട നമ്മളെ ഷുഗർ പൗഡറാണ്. അത് പഞ്ചസാര മിക്സിയിലിട്ട് അടിച്ചതാണ്. അതിങ്ങനെ കുറച്ച് ഈച്ചായിട്ട് ഓരോ സൈഡിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒന്നാകെ ഇട്ട് കൊടുക്കരുത്, അപ്പം നമുക്ക് ബീറ്റ് ചെയ്യാൻ കുറച്ച് പണിയാവും. ഗൈസ്, നമ്മൾ വാനില എസൻസും മറ്റേ ഷുഗറൊക്കെ ഇട്ടിട്ട് നമ്മൾ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. അത് കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്താൽ മതി, പറ്റടിക്കണ്ട. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഗനാഷ് നമുക്ക് ഓപ്ഷണലാണ്, വേണമെന്നൊന്നുമില്ല. ഈ ഒരു കളറ് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗനാഷ് ഒഴിക്കുന്നത്. വെറൈറ്റി ഒരു ടേസ്റ്റും കിട്ടും. ഇനി നമ്മളുടെ ഫ്രോസ്റ്റിങ്ങിലോട്ട് തുടങ്ങാം. അപ്പോൾ ഇതിനായിട്ട് നമ്മുടെ കേക്കാൾ 3 ലെയേഴ്സ് ആക്കി ഞാൻ വെക്കുന്നുണ്ട്. അപ്പം നമ്മൾ കത്തി കൊണ്ട് ഇങ്ങനെ വരയാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇതുണ്ടാവും. നൂലുകൊണ്ടല്ലേ ഞങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അതിനെക്കാട്ടി സുഖം നമുക്ക് കത്തി കൊണ്ട് തന്നെ ആകും. നൂലുണ്ടാകുമ്പോൾ ചിലപ്പം പൊട്ടും ചിലപ്പം പൊട്ടില്ല, അങ്ങനെ ഉണ്ടാകും. അപ്പോൾ ഞങ്ങൾ രണ്ടും നമുക്കൊന്ന് ലെയറാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മറ്റേ ടേബിളിൻ്റെ ഒരു ടോപ്പിലോട്ട്, ഇങ്ങനത്തെ കേക്കിൻ്റെ ഒരു ടേബിളിൻ്റെ ടോപ്പിലോട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് ഇതാക്കാം, നമുക്കൊന്ന് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആദ്യം ഫസ്റ്റിൽ ലാർജ് കേക്കിൻ്റെ ഒരു ലെയർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളുടെ ചെറിയ സിറപ്പ് ഇങ്ങനെ എല്ലായിടത്തേക്കും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ചെറി സിറപ്പ് എല്ലായിടത്തേക്കും ഒന്ന് എത്തണം കേട്ടോ, നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ വിപ്പിംഗ് ക്രീം, അതും എല്ലായിടത്തുനിന്ന് കുറച്ച് പാകത്തിന് തേച്ച് കൊടുക്കാം. എന്നാലും കുറച്ചൊക്കെ വേണം.
പറ്റ കട്ടി കുറയ്ക്കരുത്. അതൊന്ന് ഇട്ടെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ വേണ്ട നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് ക്രഷ് ചെയ്തത് ഇങ്ങനെ കുറച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് നമ്മളെ ചെറീസ് കുഞ്ഞു കുഞ്ഞായി പീസാക്കിയത് അതൊന്ന് ഇട്ട് കൊടുക്കുക ടോപ്പിൽ. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ലെയർ വെച്ചിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നത് പറ്റ പ്രസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ സിറപ്പ് ഒഴിച്ചെടുക്കുക. അപ്പോൾ പിന്നെ നമ്മളുടേത് ടോപ്പ് ലെയറാണ്. അപ്പോൾ ഇത് എല്ലായിടത്തും ഒന്ന് നമ്മുടെ വിപ്പിംഗ് ക്രീം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് കോട്ടാണിത്. അപ്പോൾ എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് ക്ലീൻ ആവണമെന്നൊന്നുമില്ല, കുറച്ചൊക്കെ വൃത്തിയിൽ ഒന്ന് ചെയ്യുക. അപ്പോൾ നമ്മളൊന്ന് വിപ്പിംഗ് ക്രീം എല്ലായിടത്തും ഒന്ന് കുറച്ച് നാക്കിയതിൻ്റെ ശേഷം നമ്മൾ ഇങ്ങനത്തെ ഒരു കാർഡ് എടുക്കുക. കാർഡ് മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ATM കാർഡ് അങ്ങനെ എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് അടിയിലൊന്ന് ഇങ്ങനെ ക്ലീൻ ആക്കുക. പിന്നെ അതുപോലെ തന്നെ മേലും ടോപ്പിലും ഇങ്ങനെ ക്ലീൻ ആക്കുക. ഇതൊക്കെ ചെയ്താൽ നല്ലപോലെ കിട്ടും. ഇതാ ഞാൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ നല്ല ക്ലീനിലായിട്ട് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി വൃത്തി കിട്ടും. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കുക. ഫസ്റ്റ് കോട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാം. ചെറിയ കേക്കും ഇതേപോലെ തന്നെ ചെയ്യാം. ആദ്യം ടോപ്പിൽ ഇങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ട് ടേബിൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ക്രീം തേക്കുക. എന്നിട്ട് നമ്മൾ ആദ്യത്തെ ലെയർ വെച്ചിട്ട് ചെറി സിറപ്പ് ഒഴിക്കുക. നമ്മളെ വിപ്പിംഗ് ക്രീമും നല്ല കുറച്ച് തേക്കുക. പിന്നെ നമ്മളുടെ ചെറീസ് ഇട്ട് കൊടുക്കുക. ഇത് ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ചെയ്യുക. നമ്മൾ ചോക്ലേറ്റ് ഇടുക, നെക്സ്റ്റ് ലെയർ വെക്കുക, പിന്നെ നമ്മൾ ചെറി സിറപ്പ് ഒഴിക്കുക, പിന്നെ നമ്മളുടെ ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ ഇതിന് ചെറുതിന് 3 ലെയേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പം സെക്കൻഡ് ലെയറും മറ്റേ പോലെ തന്നെ ചെയ്തിട്ട് നമ്മുടെ ലാസ്റ്റ് ലെയർ ഫസ്റ്റ് കോട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മൾ ഉള്ളിലത്തെ ചോക്ലേറ്റും ചെറീസൊക്കെ ഇട്ട് കഴിഞ്ഞ് അപ്പോൾ ലാസ്റ്റത്തെ ലെയറും കൂടി വെച്ചു. നമുക്കിതിൻ്റെ മുകളിലോട്ട് ചെറി സിറപ്പ് ഒഴിക്കുക. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മളുടെ വിപ്പിംഗ് ക്രീമും തേച്ച് കൊടുക്കുക. അപ്പം ഇത് ഫസ്റ്റ് കോട്ടാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ക്ലീനായി വേണമെന്നൊന്നുമില്ല. ഫസ്റ്റ് കോട്ടായതുകൊണ്ട് പിന്നെ സെക്കൻഡ് കോട്ടിലാണ് കുറച്ചും കൂടി ക്ലീനിലായിട്ട്. ഇനി നമുക്ക് എല്ലായിടത്തും തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ കാർഡ് വെച്ചിട്ട് നന്നായിട്ട് ഷേപ്പാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതിൻ്റെ ശേഷം അപ്പോൾ ഇനി സെക്കൻഡ് കോട്ടാണ്. ആദ്യത്തെ കോട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ ഇനി അടുത്തത് ഇതുപോലെ തന്നെ നന്നായിട്ട് ക്ലീൻ ആക്കുക. എന്താ മറ്റേ കേക്കിൻ്റെ ആ കാർഡ് കൊണ്ടും അതുപോലെ തന്നെ ഇതുകൊണ്ടും നന്നായിട്ട് ക്ലീൻ ആക്കുക, നിങ്ങൾക്ക് മാക്സിമം കഴിയുന്നത് പോലെ. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റേ കേക്കും കവർ ചെയ്യുക, 2 കോട്ടടിക്കുക. അപ്പം ഞാൻ 2 കോട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മളുടെ കേക്ക് നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ എങ്ങനെ ചെയ്യാം നമുക്ക്. അപ്പോൾ കടയിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ട്രോ കിട്ടും, 10 രൂപയുള്ള ഇങ്ങനത്തെ ഒന്നിന്. ഇത് നമുക്കൊരു 3 ആക്കി പീസ് ചെയ്യുക. എന്നിട്ട് നമ്മളിത് അതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ എത്ര ഹൈറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ കൊള്ളി കേക്കിൻ്റെ ഹൈറ്റൊന്ന് എടുത്തിട്ട് ഇതേപോലെ ചെറുതാക്കി വെക്കുക ഉള്ളിൽ. അപ്പോൾ നന്നായിട്ട് ഫിറ്റ് ആവണം കേട്ടോ. നമ്മൾ കേക്ക് മറ്റേത് മേലേക്ക് വെക്കുമ്പോൾ നല്ല ഇതിൽ നിൽക്കണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ട്രോ വെച്ചെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ മറ്റേ കേക്ക് ഇതിലോട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് എല്ലാതും ഒന്ന് ക്രീം നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ മറ്റേ കാർഡാണ് ഇതിന് പ്രത്യേകിച്ച് വേണ്ടത്. നിങ്ങളുടെ അടുത്ത് ഈ കാർഡില്ലെങ്കിൽ മറ്റേ ATM കാർഡോ അങ്ങനത്തെ എന്തെങ്കിലും കാർഡ് എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ വെല്ല ആ ടേബിൾ കറക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ നല്ലപോലെ ഷേപ്പാക്കി കൊടുക്കുക.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ താഴത്തും മേലെയും നല്ല കാർഡുകൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇനി നമുക്ക് വേണ്ടത് നമ്മളെ ഗനാഷ്. അപ്പം ഗനാഷ് ഇതുപോലത്തെ കാണിച്ചു തരാം. ഒരു പൈപ്പിംഗ് ബാഗ് എടുക്കുക. ഇത് ഒരു 3 ഉറുപ്പ്യ ഉള്ളൂ കേട്ടോ. ഉറുപ്പ്യൊന്നുമില്ല, 3 ഉറുപ്പ്യക്ക് ഇങ്ങനത്തെ കിട്ടും. മറ്റേ ബാഗിനെക്കാട്ടി നല്ലതായിരിക്കും ഇത്. അപ്പോൾ ഇങ്ങനത്തെ ഒന്ന് എടുക്കുക. എന്നിട്ട് അപ്പോൾ ഇതിൽ എടുക്കുമ്പോൾ അതിനൊരു വലിയ മറ്റേതൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നോസിൽസ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ തലപ്പത്തൊരു കട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിങ്ങനെ തലപ്പത്ത് കൂടി വെല്ലേച്ച് ഉറ്റിച്ചെടുക്കുക. അപ്പോൾ ഇവിടെയാണ് നമ്മളെ ഗനാഷ് കുറച്ചൊന്ന് കട്ടി വേണം, പക്ഷെ ലൂസ് ആവാനും പാടില്ല. നല്ല ഒഴിച്ചു വരും. അതിങ്ങനെ വെല്ലേച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ സൈഡ് കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അടിയേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് ഒലിച്ച് വരല്. ഇതുപോലെ തന്നെ നമുക്ക് അടിയിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലായിടത്തും ഗനാഷ് ഒഴിച്ച് ഇനി നമുക്ക് വേണ്ട നമ്മുടെ ടോപ്പിലായിട്ട് നമുക്ക് ഗനാഷ് ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഒഴിച്ചെടുക്കുക. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ പരത്തൂല. അപ്പോൾ നമ്മുടെ കേക്ക് നമ്മൾ ഫസ്റ്റ് ചെയ്ത വിപ്പിംഗ് ക്രീം പൂർണ്ണമൊന്ന് നോക്കണം. അപ്പോൾ അത് കുറച്ച് വേണ്ടി വരും നമ്മൾ ടോപ്പിൽ ഒഴിക്കുമ്പോൾ. അപ്പോൾ നമ്മളുടെ ഗനാഷ് ടോപ്പിൽ ഒന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾക്കിപ്പോൾ കറക്റ്റായിട്ട് എല്ലായിടത്തും മറ്റേ ഡ്രോപ്പ് ആയിക്കാണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഗനാഷ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ എടുത്ത് അങ്ങനത്തെ പൈപ്പിംഗ് ബാഗ് എടുത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ തുമ്പത്ത് പോയിട്ട് വെട്ടി കൊടുത്താൽ നിങ്ങൾക്ക് നല്ലപോലെ ഇതാക്കാൻ പറ്റും. മറ്റേ പിന്നെ നോസിലേറ്റ് ആവൂല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ മേടിക്കാൻ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വിപ്പിംഗ് ക്രീം, മറ്റേ വിപ്പിംഗ് ക്രീം തന്നെ. അത് നമുക്കിനി ഇങ്ങനത്തെ ഒരു വെറൈറ്റി നോസിൽ വെച്ചിട്ടാണ് നമ്മൾ സാധാ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ഒരു റോസ് വരച്ചു കൊടുക്കുകയാണ് ഈ നടുവിലും പിന്നെ അടിയിലും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നോസിലെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക റോസ്. എങ്ങനെ ഇഷ്ടമുള്ള എടുത്തോളി. നല്ല രസത്തിൽ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് അപ്പം നിർബന്ധമൊന്നുമില്ല, കുറച്ചും കൂടി രസം കിട്ടും. ഇനി നമുക്ക് സെൻട്രലിലാക്കിയ പോലെ തന്നെ നമുക്ക് അടിയിലും ഇതേപോലെ പൂവ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഡെക്കറേഷനായിട്ട് വെക്കുന്നത് ഈ ചോക്കോ റോൾസ് പറഞ്ഞിട്ടൊരുള്ളൊരിതാണ്. അത് ഇങ്ങനെ മേലെ സൈഡിൽ കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻ ഏതാ വെച്ചെടുത്തോളൂ. നല്ല രസത്തിനുള്ളതായിട്ട് വെക്കുന്നതാണ്. പിന്നെ നമ്മുടെ ജംസ് അങ്ങനത്തെ ഒക്കെയാണ്. പിന്നെ നമ്മുടെ കിറ്റ്കാറ്റ്, അപ്പോൾ ഇതൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഗനാഷ് ചൂട് കൊടുക്കാൻ ആ സമയത്ത് തന്നെ വെക്കണേക്കാളും നല്ലത്. അപ്പോൾ നമ്മൾ 2 ഓറിയോവും 2 കിറ്റ്കാറ്റൊക്കെ വെച്ച്, അപ്പോൾ നമ്മൾ ടേസ്റ്റിനായിട്ട് നല്ല കാണാൻ ഫോട്ടോക്കൊക്കെ നല്ല രസമൊക്കെ ഉണ്ടാകും. ഇനി നമ്മുടെ ജംസ് ഇങ്ങനെ ഇതിൻ്റെ ഇടയിലായിട്ടും ഒന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള 2 ടയർ കേക്ക് ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം. ബൈ.